ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചിക്കൻ ചുക്കയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇത് 1 കിലോ ചിക്കനുണ്ട്. ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ 900 ഗ്രാമൊക്കെ കാണും. ഇത് 1 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾ കൂടാൻ പാടില്ല, കൂടിയ ചിക്കൻ ചുക്കയുടെ നിറം അങ്ങ് മാറും. ഇത് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര്. ഇത് മൊത്തം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് എരിവ് വലുതായിട്ട് കാണത്തില്ല, പക്ഷെ നല്ല നിറം കാണും. ഇത് അരമണിക്കൂർ നേരം ഒന്നിരിക്കണം. ഇത് 2 മണിക്കൂർ നേരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ, റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ അത് ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനേ വെക്കുന്നുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പ് വെച്ചിട്ട്, ഞാൻ ഉപയോഗിക്കുന്ന കോൺ ഓയിലാണ് കേട്ടോ. നമുക്ക് ഒരു 4 സവാള അരിഞ്ഞത് വറുത്തെടുക്കണം. ഇത് കണ്ടൊരു 4 സവാള അരിഞ്ഞതാണ്, 4 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ്. അത് നമുക്ക് ഈ എണ്ണയിൽ വറുത്തെടുക്കണം. കുറച്ചായിട്ടിട്ട് വറുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ നമുക്ക് നഷ്ടപ്പെടും. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കണം കുറച്ച് നേരം. സവാള ഫ്രൈ ആയി വരും. ഇനി ഇത് എടുത്ത് പുറത്ത് വെച്ചാലും കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഫ്രൈ ആകും. അതുകൊണ്ട് കൂടുതൽ കരിയേണ്ട കാര്യമില്ല. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇവിടെ വെളിച്ചെണ്ണ കട്ടിയായിരിക്കും കേട്ടോ, തണുപ്പുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. അതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എന്നിട്ടൊരു 4 പച്ചമുളക്, 2 നല്ലോണം പഴുത്ത 2 തക്കാളിയാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം ഇത് കൂട്ടി വയ്ക്കണം തക്കാളി ഇടുമ്പോൾ. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേകണം. ഒന്ന് അടച്ചു വയ്ക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് ശരിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചിക്കൻ ചേർക്കാം. ആദ്യം കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കണം. ഒന്ന് തുറന്ന് വെച്ച് ആദ്യം കുറച്ച് നേരം ഒന്ന് വേവിക്കണം. അതിന് ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് വെച്ച് വേവിക്കണം. ഒരു 20 മിനിറ്റൊക്കെ വേണം അത് വെന്ത് വരാൻ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പം ഒരു 7 മിനിറ്റോളമായി നമ്മൾ അടുപ്പിൽ വെച്ചിട്ട്. ഇപ്പോൾ ഇത്രയും വെള്ളം ഇതിൽ വന്നിരിക്കുന്ന ഈ ചിക്കനിനകത്ത് നിന്ന് വന്ന വെള്ളമാണ് ഇതല്ല, അത് നമ്മളൊന്നും ഒഴിച്ച വെള്ളമല്ല. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഉള്ളി ഇടാം. ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ആണ്. മുമ്പേ മൊത്തം ഉള്ളി വറുത്ത് കോരിയിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇടാം. ആ ഗ്രേവിയെല്ലാം ഈ ഉള്ളി അങ്ങ് പിടിച്ചെടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1/2 ടീസ്പൂൺ
പെരുംജീരകത്തിൻ്റെ പൊടി അതിടണം, മറക്കാതെ ഇടണം. അത് ഉപയോഗിച്ചാൽ അതും ഇട്ടാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. നമുക്കിതിന് ഉപ്പുണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ചിലപ്പം കുറവായിരിക്കും. 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിനകത്തിൽ. നമുക്ക് ഉപ്പ് കുറവായിരിക്കും. ഉപ്പ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണ്. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഉപ്പ് സവാള ഉപ്പൊന്ന് പിടിക്കും. ഞാൻ നന്നായിട്ടൊന്നുകൂടെ ഇളക്കി വയ്ക്കും. ഉപ്പ് എല്ലായിടും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം. ഒരു ശകലം നേരം, ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ ചുക്ക റെഡിയായി. ഇപ്പം മൊത്തം 20 മിനിറ്റ്സ് കഴിഞ്ഞ് 23 മിനിറ്റ്സ് ആയി. അത്രയും മതി. അപ്പോൾ നല്ല പോലെ വെന്ത് റെഡിയായി. ഇത് നിങ്ങൾക്ക് ചപ്പാത്തി, പൂരി, ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണേ. താങ്ക് യു.